ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ബാലനും ഗോമതിയും കൂടെ കല്യാണ തലേന്ന് രാത്രി അനുമോളുടെ കുട്ടിക്കാലത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. കാരണം ബാലന് അനുമോൾ കല്യാണം കഴിഞ്ഞ് പോകുന്നത് ആലോചിക്കുമ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമാവാണ്. അപ്പോൾ ഗോമതിയോട് ഇരുന്ന് പറയുന്നുണ്ട്, എടി നിനക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ അനുമോളുടെ കുട്ടിക്കാലം? അവൾക്ക് പണ്ട് എന്നെ ഭയങ്കര പേടിയായിരുന്നു. അച്ഛനാണെങ്കിലും ഞാൻ അടുത്ത് വരുമ്പോൾ അവൾ എൻ്റെ അടുത്തേക്ക് വരേയില്ല. കാര്യം ഇവിടെ ഞാൻ ആര്യനെയും ആനന്ദിനെ ആകാശിനെയും കാടിയൊക്കെ കൊടുത്തും ഭീഷണിപ്പെടുത്തിയും പേടിപ്പിച്ചൊക്കെ നിർത്തുന്നത് അവൾ കണ്ടിട്ടുണ്ടല്ലോ. അവൾ ഏറ്റവും കുഞ്ഞല്ലേ, അതുകൊണ്ട് അവൾക്ക് എന്നോട് മിണ്ടാനും അടുത്ത് വരാനും ഒക്കെ ഭയങ്കര പേടിയായിരുന്നു. അവളുടെ പേടി ഞാൻ എങ്ങനെ മാറ്റിയെടുത്തതെന്ന് എനിക്ക് ഓർമ്മയുണ്ടോ? ഞാൻ എന്നും രാവിലെ വരുമ്പോൾ പലഹാരപ്പൊതിയായിട്ട് വരുമല്ലോ, രാവിലെ നടന്നിട്ടൊക്കെ വരുമ്പോൾ. അതുപോലെ ഒരു തവണ വാങ്ങി വന്നപ്പോഴേ ഇവളവിടെ ഉമ്മറത്തിരുന്ന് കളിക്കുക. എന്നെ കണ്ടപ്പോൾ തന്നെ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും ആ ഒരു ദിവസം അവൾ ഓടി വന്നു എൻ്റെ അടുത്തേക്ക്. അന്ന് പേടിയൊന്നും ഇല്ലാണ്ട് വന്നു. എന്തിനാണെന്നറിയോ? എൻ്റെ കയ്യിൽ പൊതി ഇരുന്നിട്ടാണ്. അപ്പോൾ അവൾക്കറിയാം രാവിലെ തന്നെ എന്തെങ്കിലും കഴിക്കാൻ കിട്ടുമെന്ന്. ആ പൊതി അവൾ വാങ്ങുകയും എൻ്റെ മടിയിലിരുന്നത് കഴിക്കുകയും ഒക്കെ ചെയ്തു. അതോടുകൂടിയാണ് അവൾക്ക് അച്ഛനോടുള്ള പേടി മാറിയത്. അത് ശരിയാണ്, എനിക്കതൊക്കെ ഓർമ്മയുണ്ട്. അതുപോലെ തന്നെ ഇവള് കോളേജിലൊക്കെ പോകുന്നതിന് മുന്നേ സ്കൂളിലൊക്കെ ആയിരുന്നപ്പോഴേ ബാലേട്ടാ, സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കിച്ചണിലേക്ക് നേരെ കയറി വരും. അവിടെ വന്നാൽ അവൾക്ക് ചൂടോട് ഞാൻ ദോശ ഉണ്ടാക്കി കൊടുക്കണം. ഇച്ചിരിയും കാലം തണുത്ത് പോയാലേ അവളുടെ കുറുമ്പും ദേഷ്യം ഇവിടെ കാണണം. ഇനി ദോശ ഉണ്ടാക്കി വെച്ച് ആര്യനോ വേറെ ആരെങ്കിലും അതെടുത്ത് കഴിച്ചാലോ അവൾ ഇവിടെ കിടന്ന് കാണിക്കുന്ന ദേഷ്യമൊക്കെ ബാലേട്ടന് ഓർമ്മയില്ലേ? പിന്നെ അല്ലാണ്ട് അവൾ വലിയ കുറുമ്പത്തി ആയിരുന്നില്ലേ കുഞ്ഞിലെ? ഇപ്പം അവൾ വലിയ കല്യാണം ആയി പോവും എന്ന് ആലോചിക്കുമ്പോൾ നല്ലൊരു വിഷമം തോന്നുന്നുണ്ട്. നാളെ ഇനി അനുമോള് നമ്മളെയൊക്കെ വിട്ടു പോകുമ്പോൾ വിഷമാവില്ലേ ബാലേട്ടാന്ന് ചോദിക്കുമ്പോൾ ബാലൻ പറയാം, അതൊക്കെ ശരിയാ, പക്ഷെ നീ അവളെക്കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. അവളിടുന്ന് പോകുമ്പോഴേ ആരൊക്കെ വിട്ടിട്ട് അവൾ പോകുന്നത്? അച്ഛൻ, അമ്മ, മാമൻ, ഏട്ടന്മാർ, ഏട്ടത്തിമാർ, എത്ര പേരെയാ അവൾ വിട്ടിട്ട് പുതിയൊരു വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ അവൾക്കാണെങ്കിൽ അത് സഹിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എന്താ ചെയ്യുക, പെൺകുട്ടികളുള്ള എല്ലാ അച്ഛനും അമ്മമാർക്കൊക്കെ ഇത് തന്നെയാണ് വിഷമം. പെട്ടെന്ന് ഗോമതിക്ക് ഒന്ന് അനുമോളുടെ അടുത്ത് പോയി നിന്നാലൊന്ന് കൊള്ളായിരുന്നു. ബാലേട്ടാ, നമുക്കൊന്ന് അവളുടെ അടുത്തേക്ക് പോയിരുന്നിട്ട് വന്നാലോ? വേണ്ട ഗോമതി, അവൾ കിടന്നുറങ്ങട്ടെ. രാവിലെ കല്യാണമല്ലേ, എളുപ്പിനെ ഇരിക്കേണ്ടതല്ലേ. അങ്ങനെയല്ല, ഇപ്പോൾ നമ്മൾ ഇത്രയും കാര്യമൊക്കെ പറഞ്ഞപ്പോഴേ എനിക്കെന്തോ അവളുടെ അടുത്തേക്ക് ഇച്ചിരി നേരം കൂടെ ഒന്ന് ഇരുന്ന് സംസാരിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അവളെ ശല്യം ചെയ്യണ്ട, അവൾ ഉറങ്ങിക്കോട്ടെ. അടുത്ത് കുറച്ച് നേരം ഇരിക്കാം, സംസാരിക്കേണ്ട. കുറച്ച് നേരം അവൾ അറിയാണ്ട് ഒന്നിരുന്ന് അവളെ ഒന്ന് നോക്കിയിട്ട് വരാൻ ബാലേട്ടാ. അത് വേണം. ബാലേട്ട എണീറ്റ് വന്നേ. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നേരെ നമ്മുടെ അനുമോളുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുക കേട്ടോ. അനുമോളേന്ന് ഡോറ് തട്ടുമ്പോൾ അവിടുന്ന് ഒരു അനക്കവും ഇല്ല. അപ്പോൾ വീണ്ടും നമ്മൾ ബാലൻ പറയണ, വേണ്ട ഗോമതി, അവളെ വിളിച്ചുകൊണ്ട് ശല്യം ചെയ്യണം. എന്തിനാ ഈ പാതിരാത്രി? അവൾ കിടന്ന് ഉറങ്ങിക്കോട്ടെ. അത് വേണ്ട, എനിക്ക് കണ്ടേ പറ്റുള്ളൂ. അവളെ കണ്ടിട്ട് പോയാൽ മതി, ഇല്ലെങ്കിൽ എനിക്കിന്ന് ഉറക്കം വരില്ല ബാലേട്ടാന്ന് പറയുമ്പം വീണ്ടും ബാലൻ പറയുന്നുണ്ട്, നമ്മളിപ്പോൾ അവളുടെ കുട്ടിക്കാലത്തെക്കുറിച്ചൊക്കെ ഓരോന്ന് ആലോചിച്ച് വിഷമിച്ചില്ലേ? ഇപ്പോൾ ആ കാര്യങ്ങളൊക്കെ നമ്മൾ അവളോട് പോയി പറഞ്ഞാലേ അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്ന് പിന്നെ അവളിരുന്ന് കരച്ചിലാവും, അവൾക്ക് സങ്കടമാവും. വെറുതെ സന്തോഷത്തോടുകൂടി കല്യാണം കഴിക്കാൻ പോകുന്ന കൊച്ചിനെ എന്തിനാടി വിഷമിപ്പിക്കുന്നത്? അത് വേണോ? പിന്നെ ഗോമതി, നിൻ്റെ സ്വഭാവം വച്ച് നീ പറയും ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ഞാൻ അവിടെ വെറുതെ ഇരുന്നോളാം. പക്ഷേ ഒന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അവളുടെ മുഖം ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നീ ഒന്നൊന്നായിട്ട് തുടങ്ങുകയും ചെയ്യും, അവിടെ ഇരുന്ന് കരഞ്ഞ് ആകെ കുളവാക്കുകയും ചെയ്യും. നമ്മളായിട്ട് എന്തിനവളുടെ മനസ്സ് വിഷമിപ്പിക്കണം? എന്നാലും ബാലേട്ട, ഒരെന്നാലും ഇല്ല, നീ ഇങ്ങോട്ട് വന്നേ, രാവിലെ നമുക്ക് അവളെ കാണാമല്ലോ. അങ്ങനെ ഗോമതിയെ നിർബന്ധിച്ച് വിളിച്ചുകൊണ്ട് പോവാണ് കേട്ടോ ബാലൻ. അതിനകത്ത് അനുമോളില്ല എന്നുള്ള കാര്യം ഇവരാരും അറിയണ പോലും ഇല്ല. പിറ്റേ ദിവസം വെളുപ്പിനെ തന്നെ നമ്മുടെ ഗോമതി എണീറ്റ് കുളിച്ച് നല്ല പുതിയ പട്ടുസാരിയൊക്കെ ഉടുത്ത് പൂജാമുറിയിലേക്ക് കയറി ദേവിക്ക് വിളക്കം വെച്ചു. എന്നിട്ട് എല്ലാം മംഗളമായി നടത്തിത്തരണേന്ന് ദേവിയോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്കും ഇത്രയും മീനാക്ഷിയൊക്കെ ഒരുങ്ങി അവർ നല്ല പട്ട് സാരിയൊക്കെ ഉടുത്ത് സുന്ദരിയായി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓടി വന്ന് ഗോമതിയോട് ഓരോ കുശലം ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഗോമതി പറയുന്നുണ്ട്, ആഹാ, നിങ്ങളൊക്കെ ഇറങ്ങിയോ? ഇങ്ങനെ നിന്നാൽ മതിയോടി. പിന്നെ അനുമോളെ ഒരുക്കാൻ വേണ്ടി ബ്യൂട്ടീഷ്യൻ അടുത്ത് കൊണ്ടുപോകണ്ടേ? വെളുപ്പിനെ 5:30 ആകുമ്പോൾ അവളെ അവിടെ എത്തിക്കണമെന്നില്ലേ അവർ പറഞ്ഞത്? അമ്മ 5:30 എത്തിക്കണ്ട, 6:30 എത്തിച്ചാൽ മതി. 6:30? 6:30 അവിടെ ചെന്നാലേ എങ്ങനെ പോലും ഒരു 1.5 മണിക്കൂർ അവളുടെ മേക്കപ്പിന് ചെയ്യുന്ന സമയം വേണം. ഇതെല്ലാം കഴിഞ്ഞ് 9:30 മുഹൂർത്തത്തിന് മുമ്പ് നിങ്ങൾ മണ്ഡപത്തിലെത്തുമോ? പിന്നെന്താമേ, അതിനൊക്കെ ഇഷ്ടം പോലെ സമയമുണ്ടല്ലോ. അമ്മ ടെൻഷനാവാതെ. എനിക്ക് ആകെ ടെൻഷനായിട്ട് വരെ. ചെല്ല്. അനുമോളാണെങ്കിൽ ഉറക്കം പോലും എണീക്കില്ല. അവൾ 9 മണിയാലും എണീക്കില്ല. പോയി വിളിച്ചാലേ അവൾ എണീക്കും. നിങ്ങൾ ചെന്ന് അവളെ വിളിച്ചോണത്ത് പിള്ളേരെ. ശരി അമ്മേ, ഞങ്ങൾ പൊക്കോളാം.
ചെല്ല് ചെല്ല് എന്ന് പറഞ്ഞ് തള്ളി വിടുവാണ്. അപ്പോൾ ബാലൻ അങ്ങോട്ട് വരുമ്പോൾ അയ്യോ ബാലേട്ടാ പൂവിൻ്റെ കാര്യമൊക്കെ എന്തായി? അതെല്ലാം ഞാൻ റെഡിയാക്കിയിട്ടുണ്ട്. അത് ഇവിടെ എത്തിക്കോ? ഇല്ലെന്നേ, മണ്ഡപത്തിലേക്ക് നമ്മുടെ ആര്യനോ ആകാശമോ ആരെങ്കിലും മണ്ഡപത്തിലേക്ക് എത്തിച്ചോളും, അതുകൊണ്ട് കുഴപ്പമില്ല. ബ്യൂട്ടീഷ്യൻ്റെ അടുത്തേക്ക് എത്തിക്കണമല്ലോ, അതെല്ലാം ആയിക്കോളും. മണ്ഡപത്തിൽ ആരാ ഉള്ളത്? മണ്ഡപത്തിൽ ധർമ്മൻ്റെ വെളുപ്പിനെ പോയല്ലോ, പിന്നെ പേടിക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവൻ ഇങ്ങോട്ട് വിളിച്ചോളും. കുറച്ച് കഴിയുമ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് പോകും ഗോമതി. ശരി, എന്നാൽ പിന്നെ അനിമോളെ പോയി വിളിച്ച് പെട്ടെന്നൊക്കെ റെഡിയാക്കുക. അങ്ങനെ അവർ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും ആ കല്യാണ തിരക്കിൽ ഓടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. അപ്പോൾ ഇതിനിടയ്ക്ക് നമ്മുടെ സുകന്യ അവിടെ നിന്ന് മാറി ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സുകന്യയ്ക്ക് ആകെ ടെൻഷനുണ്ട്. സുകന്യ രാവിലെ കുളിച്ചൊരുങ്ങി പട്ടുസാരിയൊക്കെ കൊടുത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട് കല്യാണത്തിന് പോകാൻ റെഡിയായിട്ട്. കള്ളി എന്നാൽ പോലും ആരോടും ഒരു രഹസ്യവും പറയാണ്ട് മിണ്ടാതെ നിൽക്കുക കേട്ടോ. പക്ഷേ നമ്മുടെ മിത്രയും മീനാക്ഷിയും കൂടെ മുറിയിലേക്ക് ചെന്ന് തട്ടുന്നുണ്ട്. 2-3 പ്രാവശ്യം തട്ടിയിട്ട് ഡോർ തുറക്കണില്ല അനുമോള്. അപ്പോൾ ഈ അനുമോൾ ഇത് എവിടെ പോയി, എന്താ തുറക്കാത്തതെന്ന് വിചാരിക്കുമ്പോൾ മിത്ര പറയുന്നുണ്ട്, ചേച്ചി ദേ ഡോറൊക്കെ തുറന്നെടുക്കല്ലേ, എന്നാൽ പിന്നെ നമുക്ക് അകത്തേക്ക് കയറിയാലോ. അങ്ങനെ ഇവർ അകത്തേക്ക് കയറുമ്പോൾ ബെഡിൽ അനുമോളില്ല, വാഷ്റൂമിലായിരിക്കും എന്ന് പറഞ്ഞ് ബാത്റൂമൊക്കെ പോയി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊന്നും ഇല്ല കേട്ടോ. ഇതെല്ലാം കണ്ടും കൊണ്ട് സുകന്യയ്ക്ക് ആകെ ടെൻഷൻ ആവാണ്. അപ്പോൾ സുകന്യ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ദൈവമേ ഇനിയിപ്പോൾ എന്താ ചെയ്യുക, ആകെ പ്രശ്നമാവുമല്ലോ ഈശ്വര എന്നൊക്കെ ഇങ്ങനെ പറയേണ്ട കേട്ടോ. അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ അന്വേഷിക്കുമ്പോൾ അവർ വിചാരിക്കും പുറത്തെവിടെയെങ്കിലും കാണുമെന്ന്. അങ്ങനെ അവരെ ചുറ്റിപ്പറ്റി ആ വീടിന് ചുറ്റും ഇങ്ങനെ നോക്കുകയാണ്. അവിടെ ഓരോരിടത്തും നമ്മുടെ അനുമോളിനെ കാണുന്നില്ല. അവിടെ നിന്നവരൊക്കെ ചോദിക്കുകയാണ് എന്താ കാര്യം, പക്ഷെ അവരോടൊന്നും സത്യം പറയണില്ല കേട്ടോ. അതെ ദേവിയെത്തെ ഞങ്ങൾ അന്വേഷിക്കണേ. അയ്യോ ദേവിയോ, അവൾ രാവിലെ അമ്പലത്തിൽ പോയല്ലോ. അതെയോ, എന്നാൽ പിന്നെ ദേവിയെടുത്തിൻ്റെ കൂടെ അമ്പലത്തിലേക്ക് പോയിട്ടുണ്ടാവുമോ നമ്മുടെ അനുമോള്? നമുക്ക് ആനന്ദേട്ടനോടൊന്ന് ചോദിച്ചാലോ. അങ്ങനെ ആനന്ദിനോട് പോയി ഇവരെ ചോദിക്കാം കേട്ടോ. അപ്പോഴാണ് ആനന്ദ് പറയണത്, ഇല്ലല്ലോ ദേവി ഒറ്റയ്ക്കാണല്ലോ അമ്പലത്തിൽ പോയത്. അതെയോ, അപ്പോൾ തന്നെ ആര്യനടുത്ത് മണ്ഡപത്തിലുള്ള കാര്യങ്ങളും ചർച്ച ചെയ്യാനായിട്ട് ഓടി വരുന്നുണ്ട് ആനന്ദേട്ടാ, അതങ്ങനെ ഇതിങ്ങനെയെന്നും പറഞ്ഞിട്ട്. അപ്പോഴാണ് ഇവരുടെ മുഖമൊക്കെ വല്ലാണ്ടിരിക്കട്ടെ. എന്താ ചേച്ചി നിങ്ങളിങ്ങനെ നിൽക്കുന്നേ? മീനാക്ഷി ചേച്ചി എന്താ കാര്യം പറഞ്ഞോ, എന്താ മിത്രേ? അല്ല അത് കൊള്ളാം, നിങ്ങളെന്താ ഇത്രയും ഇവിടെ വന്നിരിക്കുന്നേ? അനുമോളെ കൂട്ടി വാ, നമുക്കിനി പോകണ്ടേ ബ്യൂട്ടീഷ്യൻ്റെ അടുത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ അതല്ല, ഒരു പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? അനുമോളെ റൂമിൽ കാണുന്നില്ലേ? എന്താ ചേച്ചി പറഞ്ഞു? നിങ്ങളെല്ലായിടത്തും നോക്ക്. ഞങ്ങളെല്ലായിടത്തും നോക്കി ആര്യ, ഞാനും കൂടെ ഒന്ന് നോക്കട്ടെ. അങ്ങനെ ആനന്ദും ആര്യനും എല്ലാവരും ആ വീട് മുഴുവനും അരിച്ച് പറക്കിയിട്ടും അനുമോളെ കാണുന്നില്ല കേട്ടോ. അങ്ങനെ കുറച്ച് ദൂരം ബൈക്കെടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട്. ഒരിടത്തും അനുമോളുടെ ഒരു ചെറിയൊരു തെളിവ് പോലും ഇവർക്ക് കിട്ടുന്നില്ല. അങ്ങനെ ഇവരാകെ ടെൻഷൻ അടിച്ച് ബാലൻ അറിഞ്ഞു, ഗോമതി അറിഞ്ഞു, എല്ലാവരും കൂടെ ഹാളിലിരുന്ന്, ഗോമതി ആണെങ്കിൽ മാറിയിരുന്ന് അങ്ങോട്ട് കരയാൻ തുടങ്ങി. എൻ്റെ മോളെ ഈ ഒരു ദിവസം നീ ഇത് എങ്ങോട്ട് പോയതാ, നീ എവിടെയാടി, ഒന്ന് തിരിച്ചു വാടിയെന്നും പറഞ്ഞും കൊണ്ട് ഗോമതി. അപ്പോൾ ബാലൻ ചോദിക്കുന്നുണ്ട് മക്കളോട്, അതെ നമ്മുടെ അനുക്കുട്ടിക്ക് ഈ വിവാഹം ഇഷ്ടമില്ലായിരുന്നോ, അതുകൊണ്ടാണോ അവളിങ്ങനെ ചെയ്തത്? അപ്പോഴെന്നെ മീനാക്ഷി പറഞ്ഞുകൊണ്ട്, ഇല്ല ഒരിക്കലും ഇല്ലച്ചാ, അവൾക്ക് പൂർണ്ണ സമ്മതമായിരുന്നു. പിന്നെ മിത്ര പറയാണ്, അങ്ങനെയല്ല, നമ്മുടെ ജീവനെ പോലെ സ്വഭാവമുള്ള ഒരാളെ അവൾക്ക് കിട്ടിയത് തന്നെ വലിയ ഭാഗ്യമൊന്നും അവൾ പറഞ്ഞു. അവൾക്ക് നല്ല ഇഷ്ടമായിരുന്നു, അവൾക്കൊരു എതിർപ്പും ഉണ്ടായിരുന്നില്ല. പിന്നെ എന്തിനാ അവളിങ്ങനെ ചെയ്തത്? ഈ രാവിലെ അവൾ എവിടെ ഇറങ്ങിപ്പോയി? ഇഷ്ടമില്ലാത്ത കല്യാണമാണെങ്കിൽ, അല്ലെങ്കിൽ ഇഷ്ടമുള്ള കല്യാണമെങ്കിൽ ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ തന്നെ പെട്ടെന്ന് ആര്യം പറയുന്നുണ്ട്, അതെ നമ്മളൊക്കെ അന്ന് ഗിഫ്റ്റൊക്കെ കൊടുത്ത സമയത്ത് അനുമോൾ നമ്മളോട് ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നു, ഓർക്കുന്നുണ്ടോ നിങ്ങളെല്ലാവരും? അപ്പോഴിവരത് ഓർത്തെടുക്കാട്ടോ. നിങ്ങളോട് എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുമ്പോൾ ധർമ്മൻ അത് വിലക്കാണ്, നിനക്ക് കാര്യങ്ങളൊക്കെ പിന്നെ പറയാം, നമുക്ക് ആദ്യം ഗിഫ്റ്റ് കൊടുക്കാമെന്ന്. അതവിടെ നമ്മുടെ ഓർമ്മിപ്പിക്കുകയാണ് കേട്ടോ ആര്യൻ എല്ലാവരെയും. അത് കേൾക്കുമ്പോൾ തന്നെ ഇവിടെ സുകന്യ വിറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ആര്യം പറയുന്നുണ്ട്, അവൾക്ക് എന്തോ പറയാനുണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ആരും അവളെ പറയാൻ സമ്മതിച്ചിട്ടില്ല. എന്താണെന്ന് അന്ന് നമ്മൾ കേട്ടതുമില്ല. എൻ്റെ ബലമായ ഒരു സംശയം എന്ന് വെച്ചാൽ ഇതിൻ്റെ പിന്നിൽ ആലോക് തന്നെയായിരിക്കും. ആലോകോ? അവൻ തന്നെയായിരിക്കും, അല്ലാതെ വേറെ ആരുമല്ല. അപ്പോഴാണ് നമ്മുടെ ബാലൻ പറഞ്ഞത്, എടാ കല്യാണം നടക്കുന്നൊരു വീട്, ഈ വീട്ടിൽ ഇത്രയും ആളുകളുണ്ട്, ഇതിനകത്ത് കയറി വന്ന് അവളെ അവൻ പിടിച്ചിറക്കിക്കൊണ്ട് പോവോ? നടക്കാത്ത കാര്യമല്ലേ? അത് ശരിയാണ്, എന്നാലും ഇതിനകത്ത് എന്തോ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അതെന്തെന്ന് കണ്ടുപിടിക്കണം. അതിനു മുമ്പ് ഈ ആലോക് തന്നെയാണ് കാരണക്കാരൻ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പം തന്നെ സുകന്യ പറയാ, ടെൻഷൻ അടിച്ച് നിൽക്കുക കേട്ടോ. അപ്പോൾ ആര്യനും ആനന്ദും പറയാം, നമുക്ക് കൃഷ്ണമംഗലത്തേക്ക് പോവാം, എന്നിട്ട് അലോകിനെ പോയി ഒന്ന് കാണാം, ചോദിക്കാം അവനോട്. അപ്പോൾ പേടിച്ച് കുറച്ച് സുകന്യ പറയാം, അയ്യോ വേണ്ട നിങ്ങളാരും അങ്ങോട്ട് പോയി ചോദിക്കല്ലേ,
ഗോമതിക്ക് ദേഷ്യം വന്ന് ചാടി എണീറ്റ് ചോദിക്കുകയാണ്, എന്താടി കാര്യം? അവിടെ പോയി അവർ ചോദിച്ചാൽ നിനക്കെന്താ കുഴപ്പം? അല്ല അതല്ല ഗോമതി ചേച്ചി, ഇപ്പോൾ പെണ്ണിനെ കാണാനില്ല, നമുക്ക് മാത്രമേ അറിയൂ. ഇനിയിപ്പോൾ അവരും കൂടെ അറിഞ്ഞാൽ നാട് മുഴുവൻ പാട്ടാവും, അതുകൊണ്ടാണ്. അപ്പോൾ നമ്മുടെ ബാലൻ പറയുന്നുണ്ട്, അത് ശരിയാ നമ്മുടെ സുകന്യ പറഞ്ഞതേ. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, നിങ്ങളിവിടെ ഇരിക്കുക, ഞാൻ കൃഷ്ണമംഗലത്ത് പോയി ഒന്ന് അന്വേഷിച്ച് വരാം രഹസ്യമായിട്ട് എന്ന് സുകന്യ പറയാം. അത് ബാലൻ അങ്ങ് സമ്മതിച്ച് കൊടുക്കണുണ്ട് കേട്ടോ, മോളെ ഇനി നാണം കെടുത്തണ്ടല്ലോ എന്ന് വെച്ച്. അങ്ങനെ ഇവിടുന്ന് സുകന്യ ചാടി തുമ്മിച്ച് അവിടെ നിന്ന് അലോകേ അച്ചുവേട്ടാ രാജശ്രീ ചേച്ചി ഒന്ന് ഇറങ്ങി വന്നേന്നും പറഞ്ഞ് ബഹളം വയ്ക്കുക. അങ്ങനെ അച്യുതനും രാജശ്രീയും കൂടെ ഇറങ്ങി വരുമ്പോൾ ഇവിടെ സുകന്യ വെപ്രാളം പിടിച്ച്, എന്താ കാര്യം? അതെ അലോക് ഇവിടെ. അലോകോ? അവനിവിടെ ഇല്ല, അവൻ ജോലി ആവശ്യമായിട്ട് വേറെ എങ്ങോട്ട് പോയി, ഇന്നലെ രാത്രി പോയതാ. ഇല്ല, അവനെ നിങ്ങളൊന്ന് വിളിക്ക്. എന്താ കാര്യമെന്ന് പറ. അതല്ലെന്നേ, വലിയൊരു പ്രശ്നമുണ്ട്. അപ്പുറത്ത് അനുമോളെ കാണുന്നില്ല, കല്യാണ ദിവസമാണെന്ന് അറിയാമല്ലോ. അവൾ കാണുന്നില്ലെങ്കിൽ ഞങ്ങളിപ്പോൾ എന്ത് ചെയ്യണം? അവൾ ആരോടെങ്കിലും ഓടിപ്പോയി നമുക്ക് എന്ത് ചെയ്യാം? ആരോടും പോവില്ല. ഇവിടുത്തെ അലോക് തന്നെയാണ് അതിന് കാരണക്കാരൻ. ഹെടി, അവൾ ഇനി അവൻ്റെ കൂടെ ഇറങ്ങി വരാമെന്ന് പറഞ്ഞാൽ അവൻ അവളെ വേണ്ട, പിന്നെ എന്തിനാ നീ ഇങ്ങനെ സംശയിക്കണേ എന്ന് ചോദിക്കാം കേട്ടോ. അപ്പം ഉടനെ തന്നെ നമ്മുടെ സുകന്യ പറയുന്നുണ്ട്, നിങ്ങൾ രണ്ടുപേരും കള്ളമാണ് പറയുന്നതും ഉരുണ്ട് കളിക്കുന്നതും എനിക്ക് നന്നായിട്ട് മനസ്സിലായത്. ഞാനൊരു കാര്യം പറയാം, അലോകിനെ സഹായിച്ചതിൻ്റെ പേരിൽ ഞാനും കൂടി ഇപ്പോൾ കുടുങ്ങാൻ പോവാ. നീ എങ്ങനെ സഹായിച്ചു എന്നാ? ഞാനൊരു കാര്യം പറയട്ടെ, ഇന്നലെ രാത്രി അലോക് എന്നെ ഫോണിൽ വിളിച്ചിരുന്നു അനുമോളെ കാണണമെന്നും പറഞ്ഞിട്ട്. അങ്ങനെ ഞാൻ അനുമോളെ വിളിച്ചിറക്കി പുറത്തോട്ട് കൊണ്ടുവന്നത്. അവൾക്ക് എന്തോ ക്ഷമ പറഞ്ഞു കഴിഞ്ഞാൽ അവളെ വെറുതെ വിട്ടോളാന്ന് പറഞ്ഞ ഉറപ്പിന്മേലാണ് ഞാൻ അവളെ അവിടെ ഒറ്റയ്ക്ക് നിർത്തിയിട്ട് പോകുന്നത്. അതിനുശേഷം അവളെ കണ്ടിട്ടില്ല. സത്യം പറ, നിങ്ങളെല്ലാവരും അറിഞ്ഞുകൊണ്ടല്ലേ അവളെ ഇവിടുന്ന് മാറ്റിയത്? എൻ്റെ പൊന്നു സുകന്യെ, ഇങ്ങനെയൊന്നും അല്ല കാര്യം, ഞങ്ങൾക്ക് ഇതൊന്നും അറിയില്ല. അവൻ ശരിക്കും പറഞ്ഞാൽ അവളെ കൊണ്ടുപോയിട്ടൊന്നുമില്ല, അവൾ വേറെ ആരോടെങ്കിലും ഓടിപ്പോയിട്ടുണ്ടാവും. ദേ രാജശ്രീ ചേച്ചി, നിങ്ങളെല്ലാവരും കൂടെ എൻ്റെ ജീവിതം കൊണ്ടാണ് കുളം തോണ്ടുന്നത്. ഇത് ഇന്ന് അലോകാണ് ഇങ്ങനെ ഒരു പ്രശ്നം അറിഞ്ഞു കഴിഞ്ഞാൽ ഞാനും കൂടി ഇതിലുണ്ടെന്ന് കുടുങ്ങും. അതിന് അറിയാലോ, എനിക്ക് ആകെ നിൽക്കാൻ വയ്യ. അവിടെ കല്യാണ വീടാണ്, അതിപ്പം മരണ വീടായിക്കൊണ്ടിരിക്കുകയാണ്. സത്യം പറഞ്ഞോ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇന്ദിരാമ ഇങ്ങോട്ട് വരുവാ കേട്ടോ. ഇന്ദിരാമ ചോദിക്കുന്നു, എന്താ ഇവിടെ പ്രശ്നം? മരണ വീടോ? എന്താടി? ഒന്നുമില്ലമ്മേ, അത് ഇവള് വേറെ എന്തോ കാര്യം പറഞ്ഞതാ. എന്ത് കാര്യം സുകന്യെ? സത്യം പറ, എന്താ കാര്യം? ഒന്നുമില്ല അമ്മേ, അത് വേറൊന്നുമല്ല. സത്യം പറഞ്ഞോ, ഞാൻ കേട്ടു മരണ വീടെന്ന് പറയുന്നത്. അപ്പം സുകന്യ വേറൊന്നും പറയണില്ല, ഇത് മാത്രം പറയാം കേട്ടോ. അത് അപ്പുറത്തെ നമ്മുടെ അനുമോളെ കാണാനില്ലെന്നോ? ഇന്ന് വിവാഹമായിട്ട് അവളെവിടെ പോയി അറിയില്ല, അവളെവിടെ കാണുന്നില്ല. അതിൻ്റെ പേരിൽ അവിടെ ഭയങ്കര വിഷമത്തിലിരിക്കുക. ഞാൻ അങ്ങോട്ടൊന്ന് പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദിരാമ ഉടനെ അച്ഛൻ തന്നെ അത് തടസ്സപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, അമ്മ ഇപ്പോൾ ചാടിക്കയറി അങ്ങോട്ടൊന്നും പോകണ്ട, അനുമോൾ അവിടെ അങ്ങനെ തന്നെ കാണും. പിന്നെ ഇപ്പോഴത്തെ ടെൻഷൻ ഒരുങ്ങുമ്പോൾ അവളിങ്ങോട്ട് വന്നോളും, അമ്മ അവിടെ അടങ്ങിയിരിക്കുക എന്ന് പറഞ്ഞ് അമ്മയെ പിടിച്ച് അവിടെ ഇരുത്താണ് കേട്ടോ. ടെൻഷൻ ആക്കല്ലേ, ഇനി ഓടിപ്പോയി പ്രശ്നങ്ങളാക്കല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ പിടിച്ച് അടക്കി അവിടെ ഇരുത്താണ്. പിന്നെ അവിടെ ഈ അലോകിൻ്റെ കാര്യമാണ് സംസാരിക്കണമെന്നോ ഒന്നും ഈ അമ്മ അറിഞ്ഞിട്ടില്ല കേട്ടോ. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാൻ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്